യുവനടൻ അൻവർ ഖാൻ നമ്മള് മലബാർ ടേസ്റ്റ് സിനിമ റിലീസ് വിശേഷങ്ങൾ വെച്ചിട്ടുള്ളത്. എന്താണ് ശരിക്കും മലബാർ ടേസ്റ്റ്, അതിന്റെ വിശേഷം? മലബാർ ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ ഏരിയയിൽ നിന്നുള്ള 5 കുടുംബങ്ങളിൽ നടക്കുന്ന 5 കഥ, അതും 5 ഡിഫറെന്റ് ടൈപ്പ് കഥകൾ. അതാണ് സിനിമ. അതില് ഒരു കഥയിലെ മെയിൻ ക്യാരക്ടർ ചെയ്തത് ആന്തോളജി. കൊച്ചു സിനിമകൾ കൂടി ചേർന്ന്. അതെ 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 അതെ. അപ്പൊ ഇതില് സംവിധാനം പുതിയ സംവിധായകനാണ്. പുള്ളി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കുറെ പേരുടെ വലിയ ഡയറക്ടേഴ്സിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അനിൽ കുഞ്ഞൻ. അപ്പൊ പുള്ളിയുടെ ആണ് ഈ 5 പടയും പുള്ളി തന്നെ ചെയ്യുന്നത്, ഡയറക്ട് ചെയ്യുന്നത്. എന്റെ ശരിക്കും പൊന്നാനിയാണ്, മലപ്പുറം ജില്ലയിലാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കൊച്ചി തന്നെ. മുമ്പ് സിനിമകള് ഞാൻ ഇപ്പൊ ചെയ്തത് 2 പടം ഈ റിലീസ് ആവാൻ പോകുന്നു. ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള 2 പടം റിലീസ് ആവാൻ പോകുന്നതാണ്. പിന്നെ നമ്മുടെ ജോജി പണിയിൽ വളരെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ എണ്ണം ലെങ്ത് കൂടിയിട്ട് കുറെ കട്ടായി പോയി. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക് ഞാൻ തുടങ്ങിയത് പ്രൊഡക്ഷൻ ഡയറക്ഷൻ ടീമിലാണ് തുടങ്ങിയത്. 2-3 പടങ്ങൾക്ക് അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിംഗ് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് എല്ലാം ഈ മലബാർ ഏരിയയിലാണോ അതോ സിനിമയിൽ വന്നത് എറണാകുളത്ത് വന്ന ശേഷമാണോ? എറണാകുളത്ത് വന്നതിന് ശേഷം. ആദ്യം മുതലേ കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ വേറൊരു റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു കുറച്ച് മുന്നേ. പിന്നെ അത് ആ കാലം മുതലേ കോണ്ടാക്ട്സ് ഉണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ടീമിലേക്കും ഡയറക്ഷൻ ടീമിലേക്കും വന്നു. ഇപ്പൊ കുറെ പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അഭിനയിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അല്ല, ഈ സിനിമയുടെ തൊട്ട് മുമ്പായിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. ഇപ്പം ബട്ടർഫ്ലൈ ഗേൾ 85 എന്നൊരു പടം. അപ്പൊ അതിൽ പ്രശാന്ത് മുരളിയുടെ. അപ്പൊ അതിലൊരു ത്രൂഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. 10-40 അവാർഡ്സോളം വന്നിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് മൂവി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ആണ് ഇപ്പൊ അടുത്തത് ഇനിയിപ്പം മെയിൻ ത്രൂഔട്ട് ചെയ്തൊരു പടം റിലീസിനുള്ളത്. മലബാർ ടൈൽസ് ഒരു കുടുംബത്തിലെ ഒരു മൂത്ത മകനായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഒരു സംഭവം. അതൊരു ബാക്കി വരുന്നത് എന്റെ വൈഫായിട്ടൊരു വരുന്നുണ്ട്. വേറെ മുന്നേ ഒരു പടത്തിൽ വർക്ക് ചെയ്തൊരു ലേഡി തന്നെയാണ്. അപ്പൊ അവര് ഒമാനിൽ തന്നെ അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരാണ് എന്റെ വൈഫായിട്ട്. പിന്നെ ഗ്രാൻഡ് മദർ ആയിട്ടാണ് ഒരു അതുണ്ട്. പിന്നെ മകളായിട്ടൊരു കുട്ടിയുണ്ട്. ഒക്കെ പുതിയ ആൾക്കാരാണ്. പിന്നെ മറ്റേ എന്റെ വൈഫായിട്ട് അഭിനയിച്ചവർ വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മമ്മായിട്ട് ചെയ്ത ഇതുണ്ട്, ലേഡി ഉണ്ട്. അവരും വേറെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കൂടുതലും പുതിയ ആൾക്കാരാണ്. അതെ കൊടുത്തിട്ടുണ്ട്. പുള്ളി അടിപൊളിയല്ല. ആ സിനിമയിൽ ഓഡീഷൻ വെച്ചാൽ അതിന്റെ അസോസിയേറ്റ് ഞാൻ ഒരുമിച്ച് കുറെ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ ഒരു ചെറിയൊരു ക്യാരക്ടർ റോൾ ആയിട്ട് തന്നെ വിളിച്ചത്. പക്ഷെ എന്തോ അതിൽ കുറെ സീൻ ലെങ്ത് കൂടിയിട്ട് കുറെ ആൾക്കാരുടെ സീൻ അതിൽ പോയി. അപ്പൊ അതിൽ എന്റേതും കുറച്ച് പോയി. 2 സീനിലേ കാണിക്കുന്നുള്ളൂ. തൃശ്ശൂർ ഏരിയയിലാണ്. വലിയ സിനിമയാണ്, വലിയ പ്രൊഡക്ഷൻ. പേഴ്സണലി എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ സമയത്താണ് ഞാൻ കൂടുതൽ ആളെ നേരിട്ട് കണ്ട് കൂടുതൽ അറിയുന്നത്. അതല്ലാതെ ആക്ടിങ് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളി. പിന്നെ ഈ പടത്തിൽ വന്ന് പുള്ളിനെ നേരിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ആ ഇഷ്ടം ഒന്നുകൂടെ കൂടി. അറിയാം ഓരോ സീൻ. പുള്ളിക്കാണ് സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ നോക്കുന്നൊന്നും കണ്ടിട്ടില്ല. പുള്ളി എല്ലാം പുള്ളിയുടെ മനസ്സിലുണ്ട്. ഏത് ഷോട്ട് എങ്ങനെ ഫ്രെയിം എല്ലാം ചെയ്യണം. പുള്ളി എല്ലാം നല്ല പ്ലാൻ ചെയ്ത പടമാണ്. അത് ആ പടത്തിൽ കാണുന്നുണ്ട് റിസൾട്ട്. അതെ അതെ അതെ. പുതിയ പ്രൊജക്ട് ഒരെണ്ണം സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ഡയറക്ടർ സിനിമ തന്നെയാണ്. അപ്പൊ അത് പുറത്ത് വിട്ടിട്ടില്ല അവര്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറെ ഷൂട്ടിൽ ഇതില് ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അഭിനയമാണ് കൂടുതലും ഇഷ്ടം. പക്ഷെ സിനിമയിൽ അഭിനയം കൊണ്ട് മാത്രം എപ്പോഴും ഇതില് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡയറക്ഷനും താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അഭിനയമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മലബാർ ടൈൽസ് എന്തായാലും കണ്ട് സാധാരണ 5 ഫാമിലിയിൽ നടക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണക്ട് ആവും ഓഡിയൻസിന്. പിന്നെ അത് ഇഷ്ടപ്പെടും. അങ്ങനെ ഭയങ്കര വലിയ സംഭവം പോയി എന്നല്ല, എന്നാലും എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മുന്നേ നടന്നിട്ടുള്ളത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു സിനിമയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. എല്ലാവരും അത് കാണണം. കണ്ടിട്ട് എന്തെങ്കിലും നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഓക്കെ താങ്ക് യു.